ഹായ്, യസീമ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. ഇപ്പോൾ വീണ്ടും കോവിഡിൻ്റെ അതിപ്രസരം ഇങ്ങനെ ഉണ്ടെന്ന് കേൾക്കുന്നു. എത്രത്തോളം അതിൻ്റെ തീവ്രതയെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും അത് കേട്ടപ്പോൾ കഴിഞ്ഞ കോവിഡ് സമയത്ത് എൻ്റെ കുടുംബം ഞങ്ങൾ അനുഭവിച്ച കുറച്ച് വിഷമതകൾ, അപ്പം ഞങ്ങൾ അതിന് എന്തൊക്കെയാണ് ഞാൻ മുൻകരുതലുകൾ എടുത്തിരുന്നു, അതും ഇനി എന്നെ കേൾക്കുന്നവർ മുൻകരുതലുകൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും, നിങ്ങളെങ്ങനെയൊക്കെ എടുക്കണം, ഞാൻ എന്താണ് ചെയ്തത്, ഇതൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. കഴിഞ്ഞ കോവിഡിൻ്റെ സമയത്ത് കോവിഡൊക്കെ ഏകദേശം ഒന്ന് മാറി ഇങ്ങനെ വരുന്നൊരു സമയത്താണ് എൻ്റെ വീട്ടിൽ കോവിഡ് വന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ ആദ്യം കോവിഡ് വന്നത് എൻ്റെ മരുമകനാണ്. മരുമകന് കോവിഡ് വന്നു, മോൾക്ക് വന്നു, മോളുടെ മൂത്ത മോന് കോവിഡ് വന്നു. ഇവരെ മൂന്നുപേരെയും ടെസ്റ്റ് ചെയ്തു. ഇവർ കോവിഡ് സെൻറ്ററിലേക്ക് ഇവരെ വിട്ടു. അത് കഴിഞ്ഞ് വീട്ടിലുള്ളത് ഞാനും അമ്മയും പപ്പയും എൻ്റെ മോനുമാണ്. എന്തായാലും മരുമോന് കോവിഡ് വന്നു. അവർക്ക് 3 പേർക്കും വന്നു. അവരെ 3 പേരെയും കോവിഡ് സെൻറ്ററിലാക്കിയതിന് ശേഷം അപ്പോൾ പപ്പ വീട്ടിലുണ്ട്. പപ്പയാണല്ലോ ഈ വീട്ടിലെ ഏറ്റവും പ്രായമുള്ള. അപ്പോൾ പപ്പയെ ഞങ്ങളിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. കാരണം പപ്പ എപ്പോഴും ക്ഷീണത്തോടെ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം പപ്പയോട് പറഞ്ഞു, പപ്പയ്ക്ക് ഈ പിള്ളേർ കോവിഡ് സെൻറ്ററിൽ കോവിഡായിട്ട് പോയതാണ്, ഇതൊന്നും അറിയില്ല. പപ്പ എന്നോട് ചോദിക്കുന്നുണ്ട് മക്കളെന്തിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, പപ്പ അവരെ വെറുതെ നിരീക്ഷണത്തിന് അവിടെ കൊണ്ടുപോയതാണ്, അവർ നാളെയോ മറ്റന്നോ ഇങ്ങ് വരും എന്നും പറഞ്ഞു. പപ്പ ഒരേ കിടപ്പ്. എന്താണ് പപ്പ ഇങ്ങനെ കിടക്കുന്നതെന്ന് നെറ്റിയിലൊക്കെ തൊട്ട് നോക്കി, പനിയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ആശാൻ ഭയങ്കര എന്തോ ഒരു വല്ലാതെ മുഖം, ഒരു പ്രസന്നതയില്ലാതെ അങ്ങനെ ഒരു 2 ദിവസം മുമ്പോട്ട് പോയപ്പോഴത്തേക്കും ഒരു സന്ധ്യ സമയത്ത് പപ്പയ്ക്ക് നല്ല മൂക്കടപ്പ്. അപ്പോൾ ഞാൻ പപ്പയ്ക്ക് ആവി പിടിക്കാൻ വെള്ളമെല്ലാം കൊണ്ടുവച്ച് കൊടുത്ത് ഒരു കട്ടനൊക്കെ ഇട്ട് കൊണ്ടു കൊടുത്തു. ഞാൻ ഭക്ഷണം കൊടുത്തപ്പോൾ പപ്പ കഴിക്കുന്നില്ല. കഴിക്കാതെ ഒരിക്കലും ഇല്ലാത്ത ഒരു പോലെ പപ്പ അന്ന് സന്ധ്യയ്ക്ക് കിടന്നുറങ്ങി. സത്യത്തിൽ ഒന്നും മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നില്ല. പപ്പയുടെ ഈ വീട്ടിലുള്ള അവസാനത്തെ ഉറക്കമായിരുന്നു അതൊന്നും നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. അപ്പം ഞാൻ പപ്പയോട് പറഞ്ഞ് എന്തായാലും രാവിലെ പോയൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരണം. ആദ്യം താല്പര്യമില്ലായിരുന്നു, എങ്കിലും എൻ്റെ നിർബന്ധം കാരണം അമ്മയും പപ്പയും കൂടെ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയുടെ ഫോൺ കോൾ വരുന്നെന്ന് പറഞ്ഞാൽ അമ്മ വിളിച്ച് പറയുന്നത്, ജെസ്സി പപ്പയ്ക്ക് പോസിറ്റീവ്, അപ്പച്ചൻ്റെ ഓക്സിജൻ ലെവൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എത്രയും വേഗം ഈ അപ്പച്ചനെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ പപ്പയെ അഡ്മിറ്റാക്കി. അപ്പോൾ ആലോചിച്ച് നോക്കണേ, ഈ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ പപ്പയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അമ്മ അവിടെ കൂട്ടിരിക്കുന്നു പപ്പയ്ക്ക്. മോളും മരുമോനും കുഞ്ഞും അവർ കോവിഡ് സെൻറ്ററിൽ. പിന്നെ ഈ വീട്ടിലാകെ ശേഷിച്ചിരിക്കുന്നത് ഞാനും മോനും മാത്രമാണ്. അപ്പോൾ അമ്മയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ 1 മാസത്തേക്കുള്ള സാധനങ്ങളാണ് ഞങ്ങൾ സാധാരണ എടുത്ത് വയ്ക്കാറ്. പപ്പയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പപ്പയെ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് 1 മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ വരാമെന്ന് വിചാരിച്ച് അവർ പോയതാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഏറെക്കുറെ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുന്ന ഒരു ടൈമായിരുന്നു. ഒന്നും പറ്റിയില്ല. ആകെപ്പാടെ ഇവിടെ ശേഷിച്ചിരിപ്പുണ്ടായിരുന്നു റേഷൻ അരി മാത്രം. കുറച്ച് മുളക് ഉപ്പും തേങ്ങയൊക്കെ ഇരിപ്പുണ്ട്. പച്ചക്കറി എല്ലാം തീർന്നു. കടല, പരിപ്പ് ഇങ്ങനെയുള്ള എല്ലാം തീർന്നിരുന്നു. അമ്മയ്ക്ക് പപ്പയ്ക്ക് പിന്നെ വീട്ടിലോട്ട് വരാൻ പറ്റിയില്ലല്ലോ. ഞാൻ ഈ രാവിലെ മുതൽ രാത്രി വരെ ഞാൻ ഈ വീട്ടിലിങ്ങനെ തന്നെ ഇരിക്കും. കാരണം മോൻ പരീക്ഷ കഴിഞ്ഞ് വന്നാലേ പിന്നെ ഈ വീട്ടിൽ ആളനൊക്കെ ഉള്ളൂ. സംസാര ബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കപ്പെട്ടതുപോലെ
ശരിക്കും ഞാനിത് പറഞ്ഞു വരുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഈ കോവിഡ് എന്ന് പറയുന്ന ഒരു സംഭവം വന്നാൽ നമ്മൾ തികച്ചും ഒറ്റപ്പെടും. നമ്മളെ ആർക്കെങ്കിലും നമ്മളോട് സ്നേഹം കാണിക്കണമെന്ന് തോന്നിയാലും അവരെയും മറ്റേ ആൾക്കാർ അങ്ങോട്ട് പോകരുതേ, അവിടെ പോകരുതേ, അവിടെ പോയാൽ പകരും, ഇങ്ങനെ പിന്തിരിപ്പിക്കും. അപ്പോൾ നമ്മൾ തീർത്തും ഒറ്റപ്പെട്ട നിലയിലാവും. നമുക്കൊരു നല്ല ആഹാരം വാങ്ങി കഴിക്കാനോ പുറത്തിറങ്ങി സഞ്ചരിക്കാനോ ഒന്ന്, പിന്നെ നമ്മളെ മറ്റുള്ളവരുടെ കൺട്രോളിൽ നമ്മളായി പോകും പോലെ ഈ കോവിഡുള്ള വീട്ടിലോട്ട് ആരും നോക്കാൻ പോലും ഭയപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മളങ്ങനെ ആയിപ്പോവും. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ വീട് കുറച്ചിങ്ങ് താഴ്ചയിലാണ്. എൻ്റെ പൊന്നെ, ഞങ്ങളുടെ അടുത്ത പറമ്പെന്ന് പറയുന്നത് കാട് കയറി കിടക്കുന്നു. ഒരു ലൈറ്റോ വെട്ടോ വെളിച്ചോ ഒന്നുമില്ല. ഞങ്ങളുടെ വീട്ടിൽ ലൈറ്റ് ഇട്ടാൽ പോലും വഴിയിലോട്ട് ആ വെളിച്ചം എത്തുന്നില്ല. കൊടും കാടായിട്ട് കിടക്കുന്നു. എനിക്കെല്ലാം കൊണ്ട് ആകെപ്പാടെ ഞാനൊരു വല്ലാത്ത അവസ്ഥയിലെത്തി. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ പപ്പയുടെ ഓരോ ദിവസത്തെയും പിന്നെ നിലവാരം ഇങ്ങനെ ഡോക്ടർ എന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഡോക്ടർ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂമോണിയ എന്ന് പറയുന്ന ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് വന്ന് പിടിച്ചു പോയാൽ പിന്നെ, കാരണം ഒന്നത് പ്രായവും കൂടെ ഉള്ള ഒരു ആളായതുകൊണ്ട് അത് വന്ന് പിടിച്ചു പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്കതുവരെ ഉള്ള റിപ്പോർട്ടുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമുക്ക് നോക്കാം എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ ഞാൻ കരയാൻ തുടങ്ങി. കാരണം അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അമ്മ ഇവിടെ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. വേറെ ഞങ്ങൾക്ക് ഇവിടെ വിളിച്ച് പറയാൻ, നിങ്ങളുടെ മോൻ കോളേജിൽ പോകുന്നെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ വിളിച്ച് പറയാൻ വേറെ ആരുമില്ല, നിങ്ങളോട് തന്നെ പറഞ്ഞേ പറ്റുള്ളൂ. എന്തായാലും മരുന്നുകൾ കൊടുത്തു. മരുന്നുകളും പിന്നെ ശരീരത്തിൽ പിടിക്കാതെ വന്നു. മാസ്ക് വെച്ചാൽ മാസ്കും വലിച്ച് ദൂരെ അറിയുന്നു. ആകെ ഒരു വല്ലത. അപ്പോൾ ഈ ഡോക്ടർ എന്നെ വിളിച്ച് പറഞ്ഞു, മാസ്ക് വയ്ക്കാൻ സമ്മതിക്കുന്നില്ല അപ്പച്ചൻ, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ മാസ്ക് വലിച്ചെറിയുന്നെന്ന് പറയുന്നു. പപ്പയ്ക്ക് ശ്വാസം കിട്ടുന്നില്ല. എന്തായാലും ന്യൂമോണിയ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർ വിളിച്ച് പറഞ്ഞു, ന്യൂമോണിയ സ്റ്റാർട്ട് ചെയ്ത് ഇനി നിങ്ങളുടെ അച്ഛനെ ഈ റൂമിൽ ഇങ്ങനെ കിടത്തിയിരുന്ന ഒക്കത്തില്ല, ഞങ്ങൾ ICUവിലോട്ട് കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞു. അങ്ങനെ പപ്പയെ ICUവിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന എനിക്ക് ഒരു ആഹാരം, എനിക്ക് മോൻ രാവിലെ പോകുന്നതിന് മുമ്പ് എനിക്ക് കാപ്പിയൊക്കെ വാങ്ങി തന്നിട്ട് പോകും. എങ്കിലും കൊല്ലം വരെ തിരുവനന്തപുരത്ത് നിന്ന് പോയിട്ട് അവൻ വരുമ്പോൾ വൈകിട്ടാവും. ആഹാരം കഴിക്കാനോ എടുക്കാനോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഞാനിങ്ങനെ ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കവേ ഡോക്ടർ ഞങ്ങളോട് വിളിച്ച് പറഞ്ഞു, പപ്പയെ ICUവിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പപ്പയെ ICUവിലോട്ട് കൊണ്ടുപോയപ്പം പിന്നെ അമ്മ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കൂലേ, അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ് അമ്മയെ വീട്ടിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും മോനൂടെ ചെന്ന് അമ്മയെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയൊരു ഡൗട്ട്, അമ്മയ്ക്കെങ്ങാനും, അമ്മ പപ്പയുടെ കൂടെ എത്ര ദിവസം ഇരുന്നേലേ, അമ്മയ്ക്കെങ്ങാനും കോവിഡ് ഉണ്ടെങ്കിലോ. അങ്ങനെ അമ്മയെ കൊണ്ടുപോയി ചെന്നു പരിശോധിച്ചപ്പോൾ അമ്മയ്ക്ക് കോവിഡാണ്. അപ്പോൾ പിന്നെ അമ്മയ്ക്കും കൂടി കോവിഡായപ്പോൾ അമ്മയും വീട്ടിലിരിപ്പായി, പപ്പ ICUവിൽ. പപ്പയുടെ വിശേഷങ്ങളൊന്നും ഞങ്ങൾക്ക് നല്ല പോലെ അറിയാനൊന്നും പറ്റുന്നില്ല. ഈ വീട്ടിൽ നിന്ന് ആർക്കും പുറത്തിറങ്ങാൻ പറ്റത്തില്ല, നല്ലൊരു ഫുഡ് കിട്ടുന്നില്ല. ഞങ്ങൾക്ക് ഈ റേഷൻ അരി തന്നെ അഭയം. ഞാൻ റേഷൻ അരി ഇട്ട ഈ കോവിഡ് പിടിച്ച് കിടക്കുന്ന ആൾക്ക് നല്ല ഫുഡൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ഇവിടുത്തെ അവസ്ഥയൊക്കെ അറിയാം. കാരണം ഒന്നും പുറത്തിറങ്ങി അങ്ങനെ വാങ്ങാനോ പോകാനോ ഒന്നും ഉള്ളൊരു സാഹചര്യമല്ല. കാരണം എല്ലാവർക്കും പേടി, ഇങ്ങോട്ട് വരാനും എല്ലാവർക്കും പേടി. ഞങ്ങൾ പുറത്തിറങ്ങിയ അതും കംപ്ലൈൻറ്റ്, കോവിഡുള്ള വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുന്നു എന്നൊക്കെ കംപ്ലൈൻറ്റ് കേട്ടു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒട്ടും നല്ല ഫുഡ് കിട്ടാതെയായി. പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് മുട്ട ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോറ് വെക്കും, ഈ റേഷൻ അരിയിട്ട് ചോറ് വെക്കും, അല്ലെങ്കിൽ കഞ്ഞിയായിട്ടുണ്ടാക്കും. ഈ മുട്ട പൊരിച്ച് പിന്നെ അത് ചമ്മന്തി ഇതൊക്കെ ഉണ്ടാക്കി അമ്മയ്ക്ക് കൊടുക്കും. അമ്മയ്ക്ക് നല്ല ഫുഡ് കൊടുത്ത് അമ്മയെ ഹെൽത്തി ആക്കിയാലല്ലേ അമ്മയ്ക്ക് 7 ദിവസം കഴിയുമ്പോൾ നെഗറ്റീവ് ആണോ ഇല്ലയെന്ന് നമുക്ക് അറിയണ്ടേ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഇത്രയും പറഞ്ഞെന്തെന്ന് വെച്ചാൽ, വീണ്ടും കോവിഡിൻ്റെ ഒരു വ്യാപനം ഇങ്ങനെ നടക്കുന്നെന്ന് കേൾക്കുന്നു.
അപ്പോൾ ശരിക്കും നിങ്ങൾ ഇപ്പം എവിടെ എത്ര നമ്മൾ സേഫായിട്ട് ഇരുന്നാലും ഈ ഒരു സാധനം വന്ന് കയറിയ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുന്നത് നിങ്ങൾ മാക്സിമം നിങ്ങൾ ആഹാര സാധനങ്ങൾ കരുതി വയ്ക്കുക. ചിലപ്പം കുറച്ചൊക്കെ അഴുകിയെടുത്ത് കളഞ്ഞെന്നിരിക്കും, എങ്കിൽ പോലും സാരമില്ല. ഫുഡ് ഇല്ലാതെ നിങ്ങൾ വിഷമിക്കാൻ പാടില്ല. ഫുഡ് കാരണം ഞാൻ അത്രത്തോളം ഞാൻ അനുഭവിച്ചു. നല്ല ഫുഡ് കിട്ടാതെയും ഒരു മനുഷ്യ ബന്ധങ്ങളില്ലാതെയും ഈ കാട് കാരണം ഇരുട്ടടിച്ച ഒരവസ്ഥയും എല്ലാം കൂടെ കൊണ്ട് ഞാൻ അത്രത്തോളം അനുഭവിച്ചുകൊണ്ടാണ് ഇനി ഒരാളുടെ വീട്ടിലും ഇങ്ങനെ ഒരു അവസ്ഥ വരരുത്. കോവിഡാണെന്ന് കേൾക്കുമ്പോൾ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്, ഒറ്റപ്പെടുത്തുകയല്ല. അപ്പോൾ അത്രത്തോളം ഞാൻ അനുഭവിച്ചുകൊണ്ട് നിങ്ങൾക്ക് നമ്മൾ കോവിഡ് വരുമ്പോൾ നമ്മൾ ശരിക്കും ഒറ്റപ്പെടും. നമ്മളെ സഹായിക്കാൻ ആരും വരത്തില്ല. നമ്മൾ തന്നെ അനുഭവിച്ച് അതിൻ്റെ കല്ലും നെല്ലും തിരികെയല്ലാതെ വേറെ വഴിയില്ല. അപ്പം മാക്സിമം മാസ്ക് കാര്യങ്ങളൊക്കെ കരുതുക, പിന്നെ സാനിറ്റൈസർ കരുതുക, ബ്ലീച്ചിങ് പൗഡർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കരുതുക. പിന്നെ എത്രത്തോളം നിങ്ങൾ സേഫായിട്ട് ഇരിക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് മുൻകരുതലുകൾ നമ്മൾ തന്നെ എടുക്കണം. മറ്റാരും നമ്മളെ സഹായിക്കാൻ വരത്തില്ല. അപ്പോൾ അവനവൻ്റെ സുരക്ഷ അവനവൻ നോക്കിയേ പറ്റുള്ളൂ. പിന്നെ എല്ലാത്തിലുപരി എന്ന് വെച്ചാൽ പ്രാർത്ഥന. എങ്കിലും ഞങ്ങൾ അനുഭവിച്ചൊരു വേദനയുണ്ടല്ലോ, ഫുഡ് നമ്മുടെ പൈസ ഉണ്ടായിരുന്നാലും ഞങ്ങൾക്ക് പോയി വാങ്ങാൻ പറ്റാതെ ഞങ്ങൾ ഈ വീടിനകത്ത് അങ്ങ് കുടുങ്ങിയതുപോലെ ആയിപ്പോയി. യാതൊരു മനുഷ്യരും ഒരു സംസാരിക്കാനോ ഒരു ഫുഡ് കൊണ്ട് തരാനോ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒറ്റപ്പെടത്തില്ലേ? അങ്ങനെ ഒരു ഒറ്റപ്പെടൽ ഇനി ആർക്കും വരരുത്. സത്യം പറഞ്ഞാൽ ഈ എന്നെ കേൾക്കുന്നവർ നിങ്ങളുടെ അടുത്തൊക്കെ കോവിഡ് വന്നാൽ നിങ്ങൾ പറ്റും പോലെ നിങ്ങൾക്ക് കോവിഡ് ഇല്ലെങ്കിൽ നിങ്ങൾ പറ്റും പോലെ അവരുടെ വീടിൻ്റെ ഒരു ഗേറ്റ് വരെയെങ്കിലും നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് കഴിയുന്ന ഫുഡൊക്കെ കൊണ്ടുവയ്ക്കുക. നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുക. ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. ഒരു 6 ദിവസത്തെ പാട് 7-ാം ദിവസം കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാമല്ലോ. ഒന്നുമില്ല, ധൈര്യമായിട്ടിരിക്കുക കേട്ടോ. ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. നിങ്ങളാരും ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഹാപ്പി ആയിട്ടിരിക്കുക. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം, ഞങ്ങളിതാ കയ്യെത്താവുന്ന ദൂരത്തേ ഉള്ളൂ. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് ഈ കോവിഡ് പിടിച്ച വ്യക്തികളെയും ആ വീട്ടുകാരെയും ആശ്വസിപ്പിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അതാണ്. അല്ലാതെ ആ വീട്ടിൽ കോവിഡ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പുറത്തിറങ്ങാതെയും നമ്മൾ നമ്മുടെ വീടിനകത്ത് നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കിയിരുന്ന ഇത് ഏത് വീട്ടിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്, ആർക്കും വരാവുന്ന കാര്യങ്ങളാണ്. പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഒരു മനുഷ്യരും കോവിഡ് വന്നെന്ന് പറഞ്ഞാൽ അവർ ഒറ്റപ്പെടാൻ പാടില്ല. നേരത്തേക്ക് കോവിഡിൻ്റെ ഒരു സമയത്ത് ആളുകൾക്ക് അത്രയും ആളുകളെല്ലാം പേടിച്ച് പുറത്തിറങ്ങാതെയും കോവിഡുള്ള വീട്ടിൽ നോക്കാതെയൊക്കെ ഇരുന്നൊരു സമയങ്ങളുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ ആളുകൾക്ക് കോവിഡിനെ പറ്റി നന്നായിട്ട് അറിയാം. അപ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവരെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ സഹായിക്കാൻ കഴിയുക അതൊക്കെ നമ്മൾ ചെയ്യുക. ഒരു കുടുംബം ഇനി അങ്ങനെ ഞങ്ങൾക്ക് പറ്റിയതുപോലെ ഒരു കുടുംബം ഇനി ഒറ്റപ്പെടാൻ പാടില്ല. കോവിഡ് ഇങ്ങനെ അവിടെ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നു. അതിൻ്റെ തീവ്രതയൊന്നും എനിക്കറിയില്ല. എങ്കിലും എനിക്ക് നേരിട്ട കാര്യങ്ങൾ, ഞങ്ങൾ അനുഭവിച്ച വേദനകൾ ഇനി ഒരു കുടുംബത്തിനും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നിങ്ങളോട് പറഞ്ഞത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പപ്പയെ ICUയിൽ കിടത്തി ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പപ്പ ഞങ്ങളെ വിട്ടു പോയെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ അമ്മയ്ക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമല്ലായിരുന്നു. അമ്മയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് കണ്ട് നമുക്ക് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. അവർ രണ്ടുപേരും അങ്ങനെയാണ് ജീവിച്ചത്. സത്യം പറഞ്ഞാൽ ഇണപ്രാവുകളെന്നൊക്കെ ആൾക്കാർ തമാശയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. അത്രയും രണ്ടുപേരും ചേർന്ന് ജീവിച്ചവരാണ്. അപ്പോൾ ഒരാൾ പെട്ടെന്ന് ഒത്തിരി ദിവസം വീട്ടിൽ അസുഖമായിട്ട് കിടക്കുകയോ ഹോസ്പിറ്റലിൽ അങ്ങനെ കിടന്നതെന്നല്ല, ടെസ്റ്റ് ചെയ്യാൻ പോയ ആൾ വീട്ടിലോട്ട് വന്നില്ലെന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പപ്പ ഞങ്ങളെ വിട്ടുപോയി. ആ ഒരു വേദന ഇപ്പോൾ 3 വർഷവും കണ്ട് കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങളെ വിട്ട് മാറിയിട്ടില്ല. ഇപ്പോഴും കോവിഡ് എന്ന് കേൾക്കുമ്പോൾ ഉള്ളിലൊരാന്തലാണ്. ഇനി ഒരു കുടുംബത്തിന് ഇങ്ങനെ പറ്റരുത്, ഇങ്ങനെ ഒരു അവസ്ഥ ഒരു കുടുംബത്തിനും വരരുത്. എല്ലാവരും സേഫായിട്ടിരിക്കുക. നിങ്ങൾ മാസ്ക് വീടിനകത്ത് ഫുൾ ടൈം മാസ്ക് വെച്ച് നടക്കുക. നിങ്ങൾ സാനിറ്റൈസർ എല്ലാം കരുതുക, കൈയൊക്കെ സോപ്പിട്ട് കഴുകുക. നിങ്ങളെക്കൊണ്ട് ബാക്കിയെല്ലാം ദൈവം അറിയുന്നു. നമ്മളെക്കൊണ്ട് പറ്റാവുന്ന എല്ലാ സുരക്ഷയും നിങ്ങൾ ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.
ഇങ്ങനെയുള്ള അവസ്ഥകളൊന്നും ഒരു കുടുംബത്തിനും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും ശ്രദ്ധയിൽ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ. താങ്ക് യു ഗൈസ്.